ഒരു പരിധിവരെയും എൻ്റെ ഈ കരിയറിൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലോട്ട് കയറാൻ ഞാൻ അതുകൊണ്ട് തന്നെയാണ്. അത്രയും പോലെ ഒരു ഉത്തരം അത് ഓപ്പൺ ആക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരുടെയും കാശ് കൊണ്ട് ഞാൻ നടനായത്. കാര്യം അങ്ങനെയുള്ള ഒരു ഈ പാരയെന്ന് പറയുന്ന സാധനം എനിക്ക് ശരിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പാര ചിരിച്ചേച്ചി പറഞ്ഞ് നല്ല വേഷം വിഷ്ണുപ്രകാശിനുള്ളത് വന്ന് കാണത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് എൻ്റെ മനസ്സങ്ങനെ ചിന്തിക്കാൻ. ഞാൻ പിന്നെ കാണാനേ പോയിട്ടില്ല. അന്തിക്കാട് നാടകം കളിക്കുമ്പോൾ എൻ്റെ എല്ലാ നാടകങ്ങളും വന്ന് സത്യനന്തിക്കാട് കാണുമായിരുന്നു. എന്നാൽ ഉണരുമ്പോൾ ആദ്യം വിളിക്കുന്നത് നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ്. പക്ഷേ വന്നെത്തി നിൽക്കുന്നത് ശിവ ആരാധനയിലാണ്. ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൈലാസി എന്ന് വരാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ ആ ഒരു പാതയിലേക്ക് നയിച്ചതും ഈ ചെറുപ്പത്തിലുള്ള എൻ്റെ ജീവിതമാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വായിച്ചിട്ടുള്ളതും ചേട്ടനതുകൊണ്ട് പോസ്റ്റുകളിൽ കണ്ടിട്ടുള്ളതുമാണ് ഈ കൈലാസ യാത്ര നടത്തുകയും തുടർച്ചയായി 65 മാസം അല്ലേ മറ്റേ ശബരിമലയിൽ പോകും, അങ്ങനെ എന്തൊരു ഈ ഒരു ആത്മീയ പാത ഇപ്പോൾ കൈലാസി വിഷ്ണുപ്രകാശ് എന്നുള്ള പേര് വരെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചേട്ടൻ ഓണാട്ടുകരയിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഈ ഓണാട്ടുകര ഗ്രാമവും ആ ഒരു ചുറ്റുപാടും ഒക്കെ എത്രത്തോളം ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഇപ്പോൾ വയനാടാണ് താമസിക്കുന്നത്, എന്നാലും അതെ ആ ഒരു സ്വാധീനം എത്രത്തോളം ഉണ്ട്? സ്വന്തം ഓണാട്ടുകരക്കാരൻ, പിന്നെ എനിക്ക് തിരുവനന്തപുരം നിന്നാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത് ചേട്ടൻ. ഈ ഓണാട്ടുകരയിൽ നിന്നുള്ളൊരു വിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഒരു സ്വാധീനം എത്രത്തോളം ഇപ്പൊ കൈലാസി വിഷ്ണു പ്രകാശിലേക്ക് എത്തിയിട്ടുണ്ട്? അത് ഒരു നിസ്സാരമായ സ്വാധീനമല്ല, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അസ്തിത്വവും. കാര്യം ചെട്ടികുളങ്ങരയ്ക്കൊരു പ്രാധാന്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെട്ടികുളങ്ങരയുടെ സംസ്കാരം തന്നെ അവിടെ കുംഭഭരണിയും ഇതിനോടനുബന്ധിച്ച് വരുന്ന കെട്ടുകാഴ്ചകളുമാണ്. ഈ കെട്ടുകാഴ്ചകൾ നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു വരുന്ന ഒരു മഹാ അത്ഭുതമാണ്. ഇന്നിപ്പോൾ ലോകത്ത് ഇത് ഒരു ഗിന്നസിൽ വരെ കയറിയ ഒരു അവസ്ഥയാണ് ഈ കെട്ടുകാഴ്ച വരവ്. അപ്പോൾ ഇത് തലമുറകളിലേക്ക് കൈമാറുന്നതെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക്, കുംഭഭരണിക്ക് മുമ്പുള്ള ശിവരാത്രിയാണ് ഇതിൻ്റെ തുടക്കം. അപ്പം ശിവരാത്രിക്ക് ഈ കുതിരയുടെയും തേരിൻ്റെയും തടി വെള്ളത്തിലിട്ടിട്ട് അടുത്ത ദിവസം മുതൽ കെട്ടുടങ്ങും. ഇത് കെട്ടി ഫിനിഷ് ചെയ്ത് കുംഭഭരണിയുടെ അന്ന് ചെട്ടികുളങ്ങര കൊണ്ടുവന്ന് ദേവിയെ തൊഴിയിച്ചിട്ടാണ് ഈ കുതിരക്കണ്ടത്തിൽ ഇറക്കി വയ്ക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 8 വയസ്സ് 9 വയസ്സുള്ള ബാലൻ്റെ അല്ലെങ്കിൽ ഒരു ബാലികയുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അവർക്കൊരിക്കലും അവരുടെ ഈ കണ്ണടയുന്നിടത്തോളവും കാലം ഇതൊരു സ്വപ്നമാകുന്നത്, കാഴ്ചയല്ല, സ്വപ്നമാണ്. അപ്പോൾ ഇത് തുടരാൻ വേണ്ടിയിട്ട് പൂർവികർ വളരെ ബുദ്ധിപൂർവം ഒരു പുതിയ തന്ത്രമെന്ന് മെനഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കുംഭഭരണി കഴിഞ്ഞാൽ, കുംഭമാസത്തിലെ കുംഭഭരണി കഴിഞ്ഞാൽ ദേവി പിന്നെ കൊടുങ്ങല്ലൂരിൽ പോകുന്നത് അടുത്ത ഭരണിയുടെ തലേ ദിവസമായ അശ്വതിയുടെ അന്നാണ്. അപ്പോൾ 13 കരകളിൽ നിന്ന് 13 തേരും കുതിരയും വരുന്ന ചെട്ടികുളങ്ങരെ ഈ 13 കരകളിൽ നിന്നും ഏതാണ്ട് ഈ ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് തെർമോക്കോൾ കട്ട് ചെയ്ത തേരും കുതിരയും ഉൾപ്പെടെ ഏതാണ്ട് ഒരു 10,000-4,000 എണ്ണം ഇപ്പോൾ വരും. ഇത് മുഴുവൻ കൊണ്ടുവരുന്നത് കൊച്ചു പിള്ളേരാണ്. ഒരു 7-8 വയസ്സ് മുതൽ ഒരു 24-25 വയസ്സിനുള്ളിലുള്ള പിള്ളേർ സെറ്റിൻ്റെയാണ്. പണ്ട് പിള്ളേരോണമെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരുടെ കുംഭഭരണിയാണ് ഈ അശ്വതി ഉത്സവം. അത് വളരെ വിശേഷമാണ് ചെട്ടികുളങ്ങര. അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്വാധീനിച്ച, പിന്നെ അതിനോടൊപ്പം തന്നെയാണ് പണ്ട് ഈ ഭസ്മം എന്ന് പറയുന്നത് വാങ്ങാൻ കിട്ടത്തില്ല. ഭസ്മം വീടുകളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയാണോ? ആ, ഭസ്മം വാങ്ങാൻ കിട്ടുന്ന സാധനമല്ലായിരുന്നു. അത് ദിവ്യമാണ്. ഈ ഭസ്മം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓരോ മലയാളിയുടെയും, വിശേഷിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഉത്സവ സീസണിലെത്തുമ്പോൾ ശിവരാത്രിയായിട്ട് അനുബന്ധിച്ചുള്ള എല്ലാ ഹിന്ദുവിൻ്റെയും മനസ്സിലെ ഒരു ചുമതല കൂടിയാണത്, ഈ ഭസ്മം കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാനൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പശുക്കിടാക്കളുടെ ചാണകം എവിടെ കിട്ടുമോ അവിടെ പോയി സംഘടിപ്പിച്ച് കൊണ്ടുവരും. അന്ന് 8-9 വയസ്സേ കാണത്തുള്ളൂ. ഇത് കൊണ്ടുവന്നാൽ ഇത് നന്നായിട്ട് അഴുക്കും ഇത് നിലത്തുനിന്ന് കൊണ്ടുവരുന്നതല്ലേ, ഇത് കാണാവുന്നതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഇതിനെ വരളികളാക്കും. ഓരോ നമ്മുടെ പരിപ്പോട പോലത്തെ ഈ സാധനങ്ങളാക്കിയിട്ട് ഓലക്കേറി വെച്ച് ഇത് ഉണക്കിയെടുക്കും.
ഈ ഉണക്കി നല്ലപോലെ ഉണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ശിവരാത്രിക്ക് ഏതാണ്ടൊരു എങ്ങനെയായാലും ഒരു 2 ആഴ്ച മുമ്പേ ഇതെല്ലാം നമ്മൾ അന്ന് കരിയില ഇപ്പോഴും ഉണ്ട്, കരിയില ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് പക്ഷേ കരിയില തൂത്തുകൂട്ടി അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്നങ്ങനെയല്ല, അത് അവിടെ കിടന്ന് നശിച്ചു തീയിടുന്ന ഒരു അവസ്ഥയില്ല. അപ്പം ഇത് കരിയിലകളെല്ലാം കൂട്ടി കൂട്ടി വയ്ക്കും. 2 വൃശ്യം അങ്ങോട്ട് കഴിഞ്ഞ് വൃശ്യം ധനുമാസം ആകുമ്പോഴേ ഇതെല്ലാം കൂട്ടി റെഡിയാക്കി വെച്ചേക്കും കുംഭത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഏതാണ്ട് ഒരു 4-5 അരക്കൊട്ട എന്ന് പറയുന്ന ആ തെക്കൻ ഏരിയയിൽ വലിയ കൊട്ടയ്ക്ക് അരക്കൊട്ട എന്നാണ് പറയുന്നത്. ഇതൊരു 3 അരക്കൊട്ട കരിയില ഇട്ടിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇതേലൊരു 10-25 എണ്ണം നിരത്തി വെക്കും. 25-30 എണ്ണമെങ്കിലും മിനിമം കാണും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് അത്രയും തന്നെ കരിയില ഇട്ടിട്ട് കത്തിക്കും, കത്തിച്ചങ്ങ് വിടും. ഇത് കരിയില മുഴുവൻ കത്തുന്നിടം വരെ നിന്ന് കത്തിക്കും. കത്തിച്ചിട്ട് ഇട്ടിട്ടങ്ങ് പോവും. അടുത്ത ദിവസം വന്നിട്ട് അപ്പോഴത്തേക്ക് ഇതെല്ലാം അണയും. അതിനകത്തു നിന്ന് ഈ വരളികളെല്ലാം പെറുക്കും. കരിയുടെ നിറത്തിലായിരിക്കും ഇരിക്കുന്നത്. അതും കത്തി കരി പോലെ അവിടെ ഇരിക്കും. ഇത് പെറുക്കി നമ്മൾ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കലക്കും. പണ്ട് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ബക്കറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് കലങ്ങളിൽ കലക്കിയിട്ട് അപ്പോൾ ഇതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം ഒരു സെറ്റ് മുകളിലും വരും, ഒരു സെറ്റ് അടിയിലും പോവും, മണ്ണല്ല. അപ്പോൾ ഈ മോളിൽ വരുന്ന എല്ലാം നമ്മൾ നന്നായിട്ട് അരിച്ച് മാറ്റി കളഞ്ഞിട്ട് ഇത് അടുത്ത ഒരു കലത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ വരും മണ്ണല്ല. എന്നിട്ടത് നമ്മൾ പണ്ട് അരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ തെങ്ങിൻ്റെ ചൂട്ടെടുക്കും, ഈ നെറ്റ് പോലെ ഇരിക്കുന്നത്. പണ്ട് കഷായം അരിക്കുന്നത് എണ്ണ അരിക്കുന്നതൊക്കെ ആ ചൂട്ടിലാണ്. അല്ലാതെ പിന്നല്ലേ എടുക്കുന്ന ഈരേഴും തോർത്ത്, അല്ലേ കോറമുണ്ട് അലക്കി കുറച്ച് പഴയ മുണ്ടുകൾ പണ്ട് ഓറമുണ്ടായിരുന്നല്ലോ ഉപയോഗിക്കുന്നത്. അത് പക്ഷേ അതിനേക്കാളും നല്ലത് ഈരേഴും തോർത്ത് തേങ്ങാപ്പാലൊക്കെ പിഴിയുന്ന പോലത്തെ പരിപാടി. അപ്പോൾ അതിനകത്തൂടെ അരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട അഴുക്കെല്ലാം അങ്ങ് പോകും, മണ്ണങ്ങ് പോയല്ലോ. എന്നിട്ട് ഇത് അനക്കാതൊരു സ്ഥലത്ത് വെച്ചേക്കും. ഈ സെൻറ്ററിലെ സാധനം അല്ല, ഈ കലക്കിയ വെള്ളം അത് തന്നെ വെള്ളം. ഓക്കെ. അപ്പോൾ വെള്ളം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ വെള്ളം മാത്രം വരും. ഇല്ല ചാരമെല്ലാം അങ്ങ് അടിയിൽ പോകും. അപ്പോൾ ഇത് ചെറുതായിട്ട് ചരിച്ച് വെള്ളമെല്ലാം കളയാവുന്ന അവസ്ഥ വരെ ഇത് കളയും. ബാക്കിയില്ല കരിയും കൂടെ പോകുമല്ലോ. അതുകൊണ്ട് ഒരു ഈ തള്ളവിരലിൻ്റെ ഘനത്തിൽ ഒരു തിരി ഉണ്ടാക്കി അതിനകത്തൊന്ന് വെളിയിലേക്ക് ഇട്ട് ഫലത്തിൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ വെള്ളമെല്ലാം പോയിട്ട് ഇത് ഇങ്ങനെ തൊട്ടാൽ ക്രീം പോലെ അവിടെ ഇരിക്കും. അപ്പം ഇത് സ്പൂണ് കൊണ്ട് വീണ്ടും വട്ടത്തിലുള്ള കൊച്ചു കൊച്ചു വടകൾ പോലെ ആക്കിയെടുക്കും. എന്നിട്ട് ഓലക്കീറയിലായിട്ട് ഈ പാളയംകോടൻ്റെ ഇല വെട്ടി നിരത്തിയിട്ട് ഇത് ഓരോന്നായിട്ട് അതേ വയ്ക്കും. ഇതെല്ലാം വെച്ച് ഉണക്കി നല്ല ഭദ്രമായിട്ട് ഇത് ഉണങ്ങി നല്ല ക്രിസ്പായി കഴിയുന്ന ഉടനെ ഒരു കൊട്ടയ്ക്കകത്താക്കി അടുക്കി അവിടെ വെക്കും. ഇതാണ് ശിവരാത്രിയുടെ അന്ന് കരിച്ചെടുക്കുന്ന സാധനം. അതിനു വേണ്ടിയിട്ട് പണ്ട് കൃഷിയുണ്ടല്ലോ, കൃഷിയുടെ കാലമാണ്. ഇതാണ് ഭസ്മം. അതിനകത്തുനിന്ന് കൃഷിക്കകത്ത് നിന്ന് നമ്മൾ തൂറ്റിക്കളയുന്ന മങ്ക് വാരി കൂട്ടി വെച്ചേക്കും. മെല്ലിന്ന് കുത്തിയ നെല്ലിൻ്റെ ഉമിയെടുക്കും. ഇത് രണ്ടും കൂടാണ് ഭസ്മം കരിക്കുന്നത്. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് മുറ്റം വട്ടത്തിലെല്ലാം വൃത്തിയാക്കി ചാണകം തളിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ആദ്യം മങ്കിടും. മങ്കിൻ്റെ മുകളിലാണ് ഈ ഉമി നിരത്തുന്നത്. എന്നിട്ടില്ല കൊട്ടയ്ക്കാതിരിക്കുകയല്ലേ, ഉണക്കിയ ഈ ചാണകം കരിച്ചുണക്കിയ ചാരം ഇരിക്കുകയല്ലേ, ഇത് പെറുക്കി ഇങ്ങനെ വട്ടത്തിലടുക്കും. വീണ്ടും ഇതിൻ്റെ മുകളിൽ ഉമിയിടും. നല്ലപോലെ ഇട്ട് കൂമ്പാരമാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മങ്കിടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മാത്രം ഒരു ദ്വാരം ഉണ്ടാക്കും. ഇത് ഇത്രയും രാവിലെ 6 മണിക്ക് സൂര്യോദയത്തിന് മുൻപായിട്ട് തീർന്നിരിക്കും. നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ചിരട്ട കത്തിച്ച കനൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കും. എന്നിട്ട് പണ്ട് വിശറി കൊണ്ട് ഇങ്ങനെ വീശി കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. ഈ കർപ്പൂരം കുറച്ച് വെച്ചിട്ട് കർപ്പൂരം കത്തിയിട്ട് വേഗം ഇത് ശിവരാത്രി അന്ന് രാത്രി 12 മണി വരെ അണഞ്ഞുകൂടാന്നാണ്. രാത്രിയിൽ ഭഗവാൻ സാക്ഷാൽ ശിവശങ്കരൻ ഇതിൽ നൃത്തം വയ്ക്കാൻ വരും എന്നാണ്. അങ്ങനെ ഇത് അവിടെ ഇരുന്ന് കംപ്ലീറ്റ് കരിയും. രാവിലെ നമ്മൾ ഒരു കേടായിപ്പോയ മൂടുപോയ അരക്കൊട്ട എടുത്ത് അങ്ങ് കമത്തി വെച്ച് പട്ടിയൊക്കെ വന്ന് ശല്യം ചെയ്യുകയോ മുള്ളുകയൊക്കെ ചെയ്യാതിരിക്കാൻ. അതിനടുത്ത ദിവസം രാവിലെ ചെന്നിട്ട് ഈ മുകളിൽ നിന്ന് ഈ ചാരം മാറ്റുമ്പോൾ ഇതങ്ങനെ വെളുവിളാന്ന് നമ്മളെ നോക്കിയിരുന്ന് ചിരിക്കും. ഏത്
ഈ വരളി നമ്മൾ ഉണക്കിയെടുത്ത ഭസ്മം. ഇതാണ് ഭസ്മം. ഇത്രയും പ്രോസസ് ഉണ്ടല്ലോ ഉണ്ടാക്കി. നമ്മളിപ്പോൾ പോയി കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ഭസ്മം പറഞ്ഞത് അത് പക്ഷേ ഇത്രയും ഒറിജിനൽ ഒന്നും ആയിരിക്കില്ല. അത് നാക്കലിട്ട പൊള്ളും. ഇത് ദിവസവും നമ്മൾ നെറ്റിക്ക് തൊട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത്തിരി നമശിവായി വെച്ചുകൊണ്ട് നാക്കിലിടും. ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഇത് വീട്ടിലേക്കൊരു പോർഷൻ മാറ്റി. എല്ലാവരും കുളി കഴിഞ്ഞിട്ട് കുളത്തിലല്ലേ കുളിക്കുന്നത്. കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ ഭസ്മം പൂശും. അതിനുവേണ്ടി ഒരു വെച്ചിട്ട് ബാക്കി ക്ഷേത്രങ്ങളിൽ കൊടുക്കും. ഇങ്ങനെയായിരുന്നു ഭസ്മം ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മയാണ് കർമ്മി, ഞാൻ പരികർമ്മി. ഇത് ആക്ച്വലി എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചിലപ്പോൾ എനിക്ക് എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഇത് ചാണകത്തിൽ നിന്നാണ് ഭസ്മം വരുന്നത് എനിക്ക് അറിയണമായിരുന്നു. അയ്യോ, അങ്ങനെയാണ് ഭസ്മം വരുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റന്റ് ആയിട്ട് പോയി അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന മേടിക്കുന്ന അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ചിന്ത. അല്ലല്ല, ഇതൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കൃത്രിമമായിട്ട് വരുന്നതല്ലേ. ഇപ്പൊ വയനാട്ടിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അതെ, അതിന് മുന്നേ തിരുവനന്തപുരമായിരുന്നു സീരിയലും തിരക്കൊക്കെ ആയിട്ട്. ഈ ഓണാട്ടുകാരെ ഇപ്പോ എങ്ങനെയാണ് ഓണാട്ടുകാരുടെ ബന്ധം എങ്ങനെയാണ്? കുടുംബ വീട് അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങോട്ടുള്ള യാത്രകളൊക്കെ എങ്ങനെയാണ്? ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൈലാസി എന്ന് വരാൻ എന്നെ പ്രേരിപ്പിച്ചതും എന്നെ ആ ഒരു പാതയിലേക്ക് നയിച്ചതും ഈ ചെറുപ്പത്തിലുള്ള എൻ്റെ ജീവിതമാണ്. ഞാൻ 8 വയസ്സിൽ തുടങ്ങിയതാണ് ശിവരാത്രി വ്രതം എടുക്കാൻ. 8 വയസ്സിൽ തുടങ്ങിയതാണ്. ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല. ഈ വർഷത്തെ ശിവരാത്രി വരെയായിട്ടും അത് മുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നാൽ ഞാൻ ഒരു ചിലർ പറയല്ലോ അന്ധവിശ്വാസമെന്ന്. അത് കണ്ണടച്ച് നമ്മൾ എന്തിനേയും വിശ്വസിക്കുന്നതിനായി പറയുന്നത്, അല്ല അന്ധമായിട്ട് എന്താ വിശ്വാസം? നമ്മൾ കണ്ണടച്ച് ഇരുട്ടല്ലേ കാണുന്നത്. അതെ, എല്ലാവരും പറയുന്ന അന്ധവിശ്വാസം എന്നാണ്. പക്ഷേ നമ്മൾ അമിതമായിട്ട് ഒരു സംഗതിയെക്കുറിച്ച് വിശ്വസിക്കുന്നതിനെയാണ് ഈ അന്ധം എന്ന് പറയുന്നത്. അന്ധം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇരുട്ടിനെ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം ഇത് അങ്ങനെ ഒരു ഇരുട്ടിലുള്ള ഒരു തപ്പിത്തടയിലല്ല. കുഞ്ഞിലേ മുതലൊരു മാർഗദീപമുണ്ട് മുമ്പിൽ. ആ, എന്നാൽ ഉണരുമ്പോൾ ആദ്യം വിളിക്കുന്നത് നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നാണ്. പക്ഷേ വന്നെത്തി നിൽക്കുന്നത് ശിവ ആരാധനയിലാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിന് കാരണം കാര്യം ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് സന്യാസിമാരാക്കിയിട്ടുണ്ട്. ഈ സന്യാസം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു കർമ്മയോഗിയാണ്. ഭഗവത്ഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട്, കർമ്മയോഗവും ഉണ്ട്, കർമ്മസന്യാസവും ഉണ്ട്. ഇത്തിരി ശാരീരികമായിട്ട് ബുദ്ധിമുട്ടാൻ കഴിയാത്തവർ ഭൗതിക ജീവിതം എല്ലാം വിട്ടിട്ട് അവർ നേരിട്ട് ഡയറക്റ്റായിട്ടായിരിക്കും ഈ സന്യാസിമാർ. നേരെ മറിച്ച് കർമ്മയോഗി അങ്ങനല്ല. ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധം കംപ്ലീറ്റ് 2 ചുമലിലും ഏറ്റിയെടുത്തിട്ട് ഇതിനെ താങ്ങാവുന്നതിനപ്പുറവും പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിലായിരിക്കും. ഇങ്ങനെ ഒന്ന് നോക്കൂ, അവിടുന്നുള്ള ഇതിനൊന്ന് താങ്ങാനായിട്ട് ഉള്ള ഒരു കാരുണ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒന്ന് നോക്കും. അത് മതി. അതാണ് കർമ്മയോഗി. ഈ കർമ്മയോഗിയാണ് കൃഷ്ണനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടവും കർമ്മയോഗിയാണ്, കർമ്മസന്യാസി. ഇതാ കാര്യം. അവൻ ഈ ഭൗതികമായ സർവ്വ പ്രാരാബ്ധങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് സ്മരിക്കുകയാണ്. ഈ ഈശ്വരൻ എന്ന് പറയുന്ന എവിടെയോ ഉള്ള ഒരു ചൈതന്യം എനിക്കൊരു കാരുണ്യം തരണേ എന്നാണ്, അനുഗ്രഹം കിട്ടണേ. അപ്പോൾ അത് തന്നെയാണ് ആ ചെറുപ്പത്തിൻ്റെ പറഞ്ഞില്ലേ, ആ ചെറുപ്പത്തിൽ വളർന്നു വന്ന നമ്മൾ ഈ കാല് കൊണ്ട് മണ്ണിലൂടെ ഓടി, ഈ ശരീരം കൊണ്ട് മണ്ണിൽ കിടന്ന് കളിച്ച്, ഈ 2 കൈ കൊണ്ട് ചാണകം ഉൾപ്പെടെയുള്ള സർവ്വവിധമായ ചീനിക്ക് വളമിടാൻ, പിന്നെ കണ്ടത്തിലേക്ക് നിലന് ചേരാനുള്ള വളം, ഇതൊക്കെ നമ്മളൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ കൈക്കും കാലിനും അയിത്തമില്ല. ഇത് നമ്മുടെ മനസ്സിനോടൊപ്പം തന്നെ അവർ നമ്മുടെ കൂടെ വരും. ഇതിൽ നിന്നുണ്ടാകുന്നതാണ് നമ്മുടെ ഈ എനർജി മുഴുവൻ. എന്ത് ചെയ്യാനും നമുക്കൊരു ധൈര്യം വരും. ഇന്നാർക്കും ഇല്ലാതെ പോകുന്ന, ഈ തലമുറയ്ക്ക് കാണാൻ പോലും കഴിയാതെ പോകുന്ന ഒരു സത്യമാണത്. നമ്മുടെ ഈ 2 കൈകളും 2 കാലുകളും തന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിളവിറക്കിയാലേ വിളവെടുക്കാൻ. ഈ വിളവിറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സർവ്വ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ശരീരം, നമ്മുടെ എല്ലാം അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നല്ലപോലെ നമ്മൾ വളവും ചെയ്ത് ഈ വിളവെല്ലാം വന്നിങ്ങനെ വിളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് സൂര്യന് വേണം, നമുക്ക് മഴ വേണം, കാറ്റ് വേണം. പക്ഷേ ഇതിൻ്റെ ഒരു അനുഗ്രഹമാണ് ഈ ഏതൊരു മനുഷ്യ ജീവിതത്തിൻ്റെയും
ആത്യന്തികമായ ലക്ഷ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ ഒരു അനുഗ്രഹമാണ്. ഒരു മഴയും പെയ്തൊരു കാറ്റ് അടിച്ചാൽ തീർന്നില്ലേ? അതെ. ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീർന്നില്ലേ? അതെ അതെ അതെ. ഇത് ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. ചിലർക്ക് ഈ ചെയ്യുന്നത് 100 മേനിയായിട്ട് വിളഞ്ഞു വരും. ചിലർക്ക് ജീവിതത്തിൽ ഈ കാറ്റും മഴയും വന്നിട്ട് ആ വിളവിനൊരു പകുതി ആദായം എടുക്കാനേ പറ്റും. അതെല്ലാ ജീവിതത്തിലുള്ളതാണ്. അതിലൊരല്പം എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ ചേട്ടൻ ജീവിതത്തിലെ വിജയങ്ങളും പരാജയങ്ങളും അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ ഈ ഒരു ആത്മീയത, ഇപ്പം നമ്മളിപ്പോൾ രാമായണം മഹാഭാരതമൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഭഗവത്ഗീതയൊക്കെ വായിച്ച് അതിനോട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഓമിക്കുന്ന, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. അപ്പം ഇതെല്ലാം എഴുതപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ്, ഞാനിതിനെ ഇങ്ങനെ നോക്കിക്കാണാൻ, കുറച്ചൊരു ആത്മീയ രീതി നോക്കിക്കാണാൻ, അങ്ങനെയാണോ പണ്ട് തൊട്ടേ ഈ ഒരു ചിന്താഗതിയിലാണോ പോകുന്നത്? ഈ വക കാര്യങ്ങൾക്കൊരു മുൻകൂട്ടിയുള്ള ഒരു ധാരണയില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ ഇങ്ങനെ മുന്നിലേക്ക് എവിടെയോ ഒരു മാർഗദീപമുണ്ട്, അതിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നു. അപ്പോൾ ഈ സഞ്ചാരത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയല്ലത്. അത് ഇപ്പം നമ്മൾ ഗൂഗിൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷിലും എന്തൊക്കെയോ പറയും, നമ്മളൊന്നേ വണ്ടി അങ്ങോട്ട് തിരിക്കുക എന്ന് പറയുന്ന പോലെ. ഇല്ല എങ്കിൽ അത് റോങ് ആയിട്ടൊരു ശബ്ദം കേൾപ്പിച്ചിട്ട് അത് റീവൈൻഡ് ചെയ്യും. അതെ അതെ. ഇത് പുതിയ സംവിധാനം. പണ്ട് ഇത് കംപ്ലീറ്റ് മനസ്സിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാർഗദീപത്തിലേക്ക് നടക്കുമ്പോൾ, നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ചിലർക്ക് അവിടുന്ന് റൂട്ടൊന്ന് മാറിപ്പോണമെന്ന് തോന്നും. അപ്പോൾ റീവൈൻഡ് ചെയ്യും. പക്ഷേ ഈ മനസ്സും നമ്മളും തമ്മിലൊരു മത്സരം ഇവിടെ നടക്കും. മനസ്സ് കൃത്യമായിട്ട്, ഈ ആത്മാവിൽ നിന്നാണ് ഇത് വരുന്നത്. ആത്മാവ് കൃത്യമായിട്ടൊരു സിഗ്നൽ റോങ് ആണെന്ന്, ഈ നമ്മളിപ്പോൾ ഗൂഗിളിൽ കേൾക്കുന്ന പോലെ റോങ് ആണെന്ന്. അപ്പോൾ നമ്മൾ വേണോ വേണ്ടായോ പോകാം, ഇവന് നേരെ പോകാൻ സമയമായിട്ടില്ല, അതുകൊണ്ട് മാർഗം മാറി. പക്ഷേ വീണ്ടും കുറേ പോയി കഴിയുമ്പോൾ മനസ്സിലായിട്ട് തിരിച്ച് ഈ റൂട്ടിൽ വരും. അപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കൈവിട്ടു പോകും. മനസ്സിലായി. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആത്മീയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമുക്ക് സിനിമയിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചത് ഇപ്പോൾ ഈ ഒരാൾ മാത്രത്തിലേക്കുള്ളൊരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു, അതിന് ശേഷമുള്ളൊരു ജേണിയാണ് ചോദിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരാൾ മാത്രത്തിലേക്ക് വരുന്നു. ഇപ്പം ത്രൂ ഔട്ട് മമ്മൂക്കയുടെ ഒരു വില്ലനായിട്ട് വരുന്നു. ആ ഒരു കാസ്റ്റിംഗ്, അതിലേക്ക് ചേട്ടനെ കാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു അതെങ്ങനെയായിരുന്നു അത് ശരിക്കും? ഞാനതിൻ്റെ ഉത്തരത്തിലേക്ക് കടന്നത് വഴി തെറ്റിയല്ല, ശരിയായ വഴിയിൽ തന്നെയാണ്. നാടകം തന്നെയാണ് അതിൻ്റെയും ബേസ്. കാര്യം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വിളവിറക്കാനായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ വിളവെടുക്കാൻ പറ്റൂ. ശരിയാണ്. ഞാൻ ഈ KPSCയിൽ അഭിനയിക്കുമ്പോഴും അതിന് ശേഷവും ഞാൻ ഈ ഹോട്ടലിൽ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പാഞ്ഞു പോയ ഒരുപാട് സ്മരണകളുണ്ട്. രാവിലെ ഒരു 8 മണിയായാൽ ഇതുപോലുള്ള ഹോട്ടലുകളുടെ താഴത്തെ റിസപ്ഷൻ്റെ ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കസേര ഞാനിരിക്കും. അവിടെ ഏതെങ്കിലും സിനിമ ഷൂട്ട്, തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഏതെങ്കിലും ഷൂട്ട് നടക്കുന്ന സമയമായിരിക്കും. ഈ ഡയറക്ടേഴ്സ് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഒന്ന് തൊഴുതിട്ട്, ഞാൻ ഇന്ന ആളാണ്, KPSCയിലാണ്, എനിക്ക് എന്തെങ്കിലും വേഷം വരുവാന്ന് തരണമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ വിട്ട് കൃഷി ഇറക്കിയത് അങ്ങനെയാണ്. അല്ലാതെ ദുരഭിമാനിയായിട്ട് ഇരുന്നിട്ടില്ല. ഒരുപാട് പേരോട് ഇന്നിപ്പം ഒരു മൂലയിലായി പോയ ഒരുപാട് ഡയറക്ടേഴ്സുണ്ട്, അല്ലാതെ ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇതിൽ അപൂർവം പേരെ എന്നെ വിളിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് അവർ വിളിച്ചില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് അഭിനയിക്കാൻ പറഞ്ഞല്ലോ, അച്ഛനില്ല, അമ്മയില്ല, അമ്മാവനില്ല, എൻ്റെ ബന്ധുക്കൾ ആരും ഈ കലാരംഗത്തില്ല. ഞാൻ ഒന്ന് നടക്കാൻ പറഞ്ഞു, നടന്നു. അതിഷ്ടപ്പെട്ടിട്ട് ഒരു ഡയലോഗ് തന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സീൻ തന്നു. അങ്ങനെ വന്ന ഒരു നടനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരുടെയും കാശ് കൊണ്ട് ഞാൻ നടനായതല്ല. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് പത്മരാജൻ സാറിൻ്റെ ചേച്ചി എനിക്കൊരു റോൾ തരാൻ റെക്കമെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അന്തിക്കാട് നാടകം കളിക്കുമ്പോൾ എൻ്റെ എല്ലാ നാടകങ്ങളും വന്ന് സത്യനന്തിക്കാട് കാണുമായിരുന്നു. അങ്ങനെയാണ് ഒരാൾ മാത്രത്തേക്ക് ഒരു പക്ഷേ വരാൻ സാധ്യത. അത് ഓർമ്മ അടപ്പുണ്ടാവും. അതല്ല. അപ്പോൾ അദ്ദേഹം ഇല്ല, ദൈവമേ, നല്ലൊരു മനുഷ്യരായിരുന്നു. PV ഗംഗാധരൻ. അവർ സിനിമ എടുക്കുന്ന കാലമല്ലേ. KPSC നാടകം കോഴിക്കോട്ട് വന്നാൽ ചേട്ടനും PV ഗംഗാധരനോ PV ചന്ദ്രനോ ഈ നാടകം കണ്ടിരിക്കും. ഞാൻ അവരെ പോയി കണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷി ഇറക്കുന്നതാണത്. നാടകം കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ.
ഇവർക്ക് 2 പേർ, ചേട്ടനും അനിയനും. അങ്ങനെ ഗംഗാധരൻ സാറാണ് എന്നെ കൊണ്ടുപോയി സത്യൻ അന്തിക്കാടിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ വിഷ്ണുപ്രകാശിനെ എനിക്കറിയാം, ഞാൻ എത്ര നാടകം കണ്ടിരിക്കുന്നത്. അന്തിക്കാട് വന്നിട്ട് ഇവർ എത്ര നാടകമാണ് കളിച്ചേക്കുന്നത്, അത് മുഴുവൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ സൊസൈറ്റി കളിച്ച നാടകം. എന്നിട്ട് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, വരട്ടെ ഞാൻ മനസ്സിൽ വെച്ചേക്കാം, ഒരു നല്ല വേഷം വരുന്നുണ്ട്, ഞാൻ വിളിച്ചോളാം. പക്ഷേ ഇത് കടന്നങ്ങ് പോയി. 11-12 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കണ്ടു പുള്ളി എന്നെ നോക്കി ചിരിച്ചേച്ച് പറഞ്ഞ്, നല്ല വേഷം വിഷ്ണുപ്രകാശിനുള്ളത് വന്ന് കാണത്തില്ലായിരിക്കും, അതുകൊണ്ട് എൻ്റെ മനസ്സങ്ങനെ ചിന്തിക്കാൻ ഞാൻ പിന്നെ കാണാനേ പോയിട്ടില്ല. പണ്ടൊക്കെ ടെലഗ്രാം മാത്രമേ ഉള്ളല്ലോ, ഇപ്പോഴല്ലേ ഈ ഒരു കാലം. അപ്പോൾ ഈ 1997-98 കഥയാണ്. ഒരു ദിവസം രാവിലെ എനിക്കൊരു ഫോൺ, ഒരു 7 മണിയായാണ്, കോഴിക്കോട്ട്. അപ്പോൾ ഇങ്ങനെ സത്യനന്ദിക്കാടിൻ്റെ സെറ്റിൽ നിന്ന് വിളിക്കുക, സാറ് പറഞ്ഞിട്ട് വിളിക്കുക, രാവിലത്തെ വണ്ടിക്ക് കയറാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു രാവിലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 7 മണിയായി പോയല്ലോ, ഏത് വണ്ടിയുണ്ട്? ഞാൻ പറഞ്ഞ് അന്ന് ഈ വണ്ടിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളിച്ച ഉടനെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന 2 വണ്ടികളുണ്ട്, അതെല്ലാം മാവേലിക്കര വഴിയാണ്. ഞാൻ പറഞ്ഞ് 2ാമത്തെ വണ്ടിയെ കയറാൻ ഞാൻ നോക്കാം. അത് ഇവിടുന്ന് 6:30 വിടുന്ന ഒരു വണ്ടി, 7:30, 8:30, 9 മണിക്ക് മുമ്പ് വരും. ഞാൻ പറഞ്ഞു അതേ കയറാൻ ഞാൻ നോക്കാം. അങ്ങനെ ഞാൻ കയറുന്നു, കോഴിക്കോട്ട് ചെല്ലുന്നു. അപ്പോഴാണ് എന്നെ ഇരട്ടക്കുട്ടികളുടെ അച്ഛന് വേണ്ടി കാസ്റ്റ് ചെയ്യുന്നത്. ഒരു റോള് ഞാൻ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു സീനേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോയിട്ട് ഇത്രാം തീയതി മുതൽ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ ഇരട്ടക്കുട്ടികളിലാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡയറക്ടർ ഒരാളിനോട് ഒരു ഉള്ളുകൊണ്ട് എപ്പോഴെങ്കിലും ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തി വിടണമെന്ന് തോന്നിയാൽ മാത്രമേ തുടർച്ചയായിട്ടുള്ള പടങ്ങളിലേക്ക് വിളിക്കൂ. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരാൾ മാത്രം വരുന്നത്. ഒരാൾ മാത്രം കഴിഞ്ഞിട്ടാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ വരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സത്യനന്ദിക്കാടിൻ്റെ ഹിറ്റായ 3 പടങ്ങളിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ മുന്നോട്ട് വന്നില്ലെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതിനില്ല അവിടുന്ന് ഈ വഴി കൃത്യമായിട്ട് വരുന്നിടത്തു ഞാൻ എങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞു. എന്നിട്ട് ഇനി തിരിച്ചു വരണം മറ്റേ വഴിയില്ല. എനിക്കെപ്പോഴും എനിക്ക് ഈ 3 പടങ്ങളും എനിക്ക് ഒരാൾ മാത്രമാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പടം എത്രത്തോളം ഹിറ്റായെന്ന് എനിക്കറിയില്ല. ഹിറ്റാണ് പടം. ആ സമയത്ത് അത് സംഭവിച്ചെങ്ങനെയാണെന്നറിയാമോ? അത് ഞാൻ പൂർണ്ണമായിട്ട് പറയത്തില്ല. ഈ പടം ഓടിയത് മുഴുവൻ ടി വിയിലാണ്. 10-50 പ്രാവശ്യം അത് ടി വി കാണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഹീറോയുടെ പടം ഒരാഴ്ച കഴിഞ്ഞ് ഹോൾഡ് ഓവർ ആകുക എന്ന് പറഞ്ഞാൽ ആ ഹീറോയ്ക്ക് അത് ദോഷം ചെയ്യും. പക്ഷേ പുള്ളിക്കത് ദോഷം ചെയ്യത്തില്ലെന്ന് തോന്നിയതുകൊണ്ടാവാം, അത് മുന്നോട്ട് പോകാൻ വലിയ താല്പര്യം കാണിക്കാതിരുന്നത് കൊണ്ടാകാം, ഞാൻ ഒളിക്കുകയാണ് അത് മുന്നോട്ട് പോകാൻ. മനസ്സിലായല്ലോ? അല്ല എങ്കിൽ അത്രയും ഒരു റോൾ ചെയ്ത് ഞാൻ ഇവിടെ അല്ല നിൽക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു, എനിക്കെന്തോ ഇനി തിരിച്ച് കറങ്ങി വന്നിട്ടില്ല റൂട്ടിലാവണം ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ വെച്ച് നീട്ടുകയാണ് എനിക്ക്. അപ്പോഴൊരാൾ ഇടയ്ക്കൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഇതെനിക്കുള്ളതാണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞിട്ട് അവിടെ വരും. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ ഓടാതെ പോയ പടമല്ലത്. ഭയങ്കര ഹിറ്റാണ് ടി വിയിൽ. കണ്ടവർ നല്ല സിനിമ. ഞാൻ ടി വിയിൽ തന്നെ കണ്ടത്. സിനിമയിൽ കിട്ടേണ്ടിയിരുന്ന വേഷങ്ങൾ ഇപ്പോൾ ഒരു അനുഭവം പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും പാറകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല വേഷങ്ങൾക്കും വിളിച്ചിട്ട് മറ്റു നടന്മാർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഇൻസിഡൻസ് ഒക്കെ സിനിമയിൽ കരിയറിൽ വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു പരിധിവരെയും എൻ്റെ ഈ കരിയറിൻ്റെ ആ ഒരു ഗ്രാഫ് മുകളിലോട്ട് കയറാൻ ഞാൻ അതുകൊണ്ട് തന്നെയാണ്. അത്രയും പോലെ ഒരു ഉത്തരം അത് ഓപ്പൺ ആക്കണ്ട. കാര്യം അങ്ങനെയുള്ള ഒരു ഈ പാരയെന്ന് പറയുന്ന സാധനം എനിക്ക് ശരിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. പാര അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗ്രാഫിങ്ങിനല്ല. കാര്യം ഇതാണ് കാര്യം. എനിക്കെത്താനൊരു സ്ഥലമുണ്ട്. ഞാൻ മറ്റൊരു നടൻ കണ്ടുകൊണ്ട് അല്ലെ ഇവിടുത്തെ ഹീറോയെ ഒരു ഉള്ളവരെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എനിക്കെത്താവുന്ന ഒരു ഗ്രാഫുണ്ട്. ഇത് നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ളതാണ്. ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും അതിനെയാണ് ഈ തലവരെയെന്ന് പറയുന്നത്. ആ വരയിൽ കൂടെ മാത്രമേ ഈ ജന്മത്തിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നിങ്ങൾക്കായാലും അത് പറ്റൂ. തീർച്ചയായിട്ടും അവരുടെ വരയിൽ കൂടെ ഞാൻ അവർക്ക് കൊടുത്തേക്കുന്ന തലവരെ കൂടെ എനിക്ക് കടക്കാനൊക്കെ പറ്റത്തില്ല.
അപ്പോൾ എൻ്റെ തലവർ അത്രേ പറഞ്ഞിട്ടുള്ളായിരിക്കും. അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. പക്ഷേ ഇല്ല, മാർഗ്ഗദീപം എൻ്റെ മുമ്പിലുണ്ട്. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലതും ഹൈഡ് ചെയ്യുന്നത്. ഇനിയൊരു ശത്രുത വേണ്ട. മനസ്സിലായി. ഈ ശത്രുത എന്ന് പറഞ്ഞപ്പോഴാണ് സൗഹൃദങ്ങൾ എങ്ങനെയാണ് സിനിമയിലുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പൊതുവേ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന രണ്ടും സൗഹൃദ മുഖങ്ങൾ ആരൊക്കെയായിരിക്കും? ഞാൻ ഒരിക്കലും ഒട്ടാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. നമ്മളൊരു സമൂഹ ജീവിയാണ്. നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഇല്ലാതെ പറ്റില്ല എന്ന് നല്ലപോലെ അറിയാമെങ്കിൽ പോലും ആരെയും ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇപ്പം ഞാനിവിടെ വന്നു, ഇതുപോലൊരു പരിപാടി പങ്കെടുത്തു. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആ വന്നത് മുതലായിക്കൊണ്ട് പോകാനുള്ള സൂത്രങ്ങളും മെനയും അവരത് കൈക്കലാക്കുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അത് മനസ്സോടെയോ അല്ലെന്നുണ്ടെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയോ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കൂടുകയും ചെയ്യും. അല്ലാത്തവർ മാറി നിൽക്കും. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഫോൺ നമ്പർ പോലും വാങ്ങാറില്ല. പലപ്പോഴും എനിക്കത് ബുദ്ധിമോശമെന്ന് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വായിക്കുന്നെങ്കിൽ നിങ്ങൾ അത് എന്നെ ഉപയോഗിക്കണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരു പ്രാവശ്യമെങ്കിലും. ഇപ്പം ഞാനൊരു കലാകാരനാണ്, എന്നെ കാണുന്നുണ്ട്, ഒരുപാട് പേര് വന്ന് കുശലം പറയും. ഇപ്പോൾ ഞാനൊരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അവിടെ നിൽക്കുന്ന ഒരാൾ 2 ബോഞ്ചി തിരുവനന്തപുരം സേല അല്ലെന്നുണ്ടെങ്കിൽ 2 നാരങ്ങ വെള്ളം. അപ്പോൾ അവർ ചോദിക്കും, അല്ല സാറിനൂടെ? ഞാൻ പറയാം, അയ്യോ വേണ്ട, ഞാൻ നാരങ്ങ വെള്ളം കുടിക്കാൻ ഇറങ്ങിയല്ല, നാരങ്ങ വെള്ളം കുടിക്കാനാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ അന്നേരം പറഞ്ഞ ഞാൻ ഒരു പഴം, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പാളയം കൊണ്ടുവരാൻ, അതുകൊണ്ട് ഇറങ്ങിയ നല്ല കൊല കണ്ടുകൊണ്ട് ഇറങ്ങിയാന്ന് പറയും. അഹങ്കാരം കൊണ്ടല്ലത്, അനാവശ്യമായിട്ടൊരാളിനെ ഉപയോഗിക്കാൻ എനിക്കിഷ്ടമല്ലത്. മനസ്സിലായി. കാര്യം എന്നോടുള്ള ഇഷ്ടമായിട്ടൊന്നും ഇരുന്നോട്ടെ, അത് മെറ്റീരിയലൈസ് ചെയ്തിട്ട് അത് എനിക്കിഷ്ടമല്ല. എനിക്കറിയാവുന്ന ഏറിയ പങ്ക് കലാകാരന്മാർ ഒരുപാട് ആൾക്കാരും അങ്ങനെ ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്.